സൂക്ഷിച്ച് നോക്കിയിട്ട് ഇതെന്താണെന്ന് പറയാൻ പറ്റുമോ? എന്തായാലും ഏതോ ഒരു മറവിത്ത ഏതോ ഒരു പാടത്തെ ഏതോ ഒരു വെള്ളത്തിലുണ്ടായിരിക്കണ കുറേ സാധനങ്ങളാണ്. എന്തായാലും എനിക്ക് ഈ സാധനം ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ഛൻ കൊണ്ടുവന്നതാണ്. പെന്തുട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമരയാണ്. ഈ താമരയുടെ പേരെന്താണെന്ന് ചോദിച്ചാൽ അതെനിക്കറിയാൻ പാടില്ല. അതൊന്നും നമുക്കറിയേണ്ട കാര്യമില്ലല്ലോ. എന്തായാലും സരസ്വതി ദേവി കയറിയിരിക്കുന്നത് ഈ താമരമ മാത്രമാണെന്ന് എനിക്കറിയുള്ളൂ. അപ്പം ഞാൻ ഈ താമരേനെ അങ്ങനെയാണ് പറയാറും. എനിക്കൊരു സ്വഭാവമുണ്ട്. ചില നല്ല നല്ല ഭംഗിയുള്ള പൂക്കളൊക്കെ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്കതൊക്കെ എടുത്ത് തലയിൽ വെക്കാൻ തോന്നും. പക്ഷേ ചെമ്പരത്തി പൂവൊന്നും ഞാൻ വെക്കാറില്ല. ഭ്രാന്താണെന്ന് എന്തിനാ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കണേ? അല്ലാണ്ട് തന്നെ ഞാൻ പറയിപ്പിക്കുന്നുണ്ടല്ലോ ഓരോ സ്വഭാവം കൊണ്ട്. ഇനി അതിൻ്റെ ഒരു കുറവും കൂടി വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അതൊന്നും ഞാനെടുത്ത് തലയിൽ വെക്കാറില്ല. എന്തായാലും കൊണ്ടുവന്നതിൽ ഈ ഒരു നല്ലൊരു പൂ നോക്കിയിട്ട് ഞാൻ അതെടുത്ത് അങ്ങോട്ട് അടിച്ച് മാറ്റി. അതിന് മുട്ട് പോലെ ഇരുന്നിരുന്നത്. ഞാൻ അവനെ മുകളിൽ പിടിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് അമക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങനെ വിരിഞ്ഞ് ബ്യൂട്ടിഫുള്ളായിട്ട് വന്നു. അപ്പം എനിക്ക് അവനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അവനെ അങ്ങോട്ട് സ്വന്തമാക്കി എടുത്തു. ഇഷ്ടപ്പെട്ടു എടുക്കുന്നു ഗോപാലൻ. എൻ്റെ ഇവിടെ ഒന്നും എന്തായാലും ഞാൻ ഈ താമര കണ്ടിട്ടില്ല. മറ്റേ താമര കുറേ ഉണ്ട്. എന്നാലും ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു.